ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നാം. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണ് ആക്റ്റീവ് ഇൻകം? നമ്മുടെ ആരോഗ്യവും അധ്വാനവും സമയവും ചിലവഴിക്കുന്ന സമയത്തിന് ലഭിക്കുന്ന വേതനമാണ് ആക്റ്റീവ് ഇൻകം. നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് ജോലി വേണം. ആ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കൂലി, ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ മറ്റൊരു തരം വരുമാനമുണ്ട്, അതാണ് പാസീവ് ഇൻകം. അവിടെ നമ്മൾ ജോലി ചെയ്യാതെയും നമുക്ക് വരുമാനം ലഭിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എപ്പോഴെങ്കിലും എടുത്തു വെച്ച ഒരു ജോലി, അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. യൂട്യൂബ് ചാനൽ പോലെയുള്ള വരുമാനങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ, ഡയറക്റ്റ് സെല്ലിംഗ് പോലെയുള്ള മേഖലകൾ, ഇവയൊക്കെ പാസീവ് ഇൻകത്തിന് അർഹമായ സാധ്യതകളാണ്. നമ്മൾ ഒരു സമയത്ത് അധ്വാനിച്ച് വെച്ചതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നെയും പിന്നെയും ലഭിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജോലികൾ. അപ്പോൾ നിലവിൽ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇത്തരം അഥവാ പാസീവ് ഇൻകത്തിലേക്ക് മാറുന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം. അതിന് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാവുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും പഠിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. അത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ യൂട്യൂബ് ചാനൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ജോലിയെ നമുക്ക്, അതിൻ്റെ സാധ്യതകളെ നമുക്ക് വിവരിച്ചു കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അത് നമുക്ക് നാളെ പാസീവ് ഇൻകത്തിലേക്ക് മാറും. അതുപോലെ കൃഷി സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടെ അത് പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഒരു യൂട്യൂബിൽ വരുമാനമാക്കി മാറ്റാം. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ടും നമുക്ക് ഒരു വരുമാനവും സന്തോഷവുമാക്കി മാറ്റാൻ കഴിയും. അതുപോലെ ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലകൾ. നമ്മൾ ഏത് ജോലിയിൽ നിന്നുകൊണ്ടായാലും കിട്ടുന്ന ഒഴിവ് സമയങ്ങളെ ഇത്തരം മേഖലകൾ നമുക്ക് പഠിച്ച് നമ്മുടെ ജോലിയുടെ കൂടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളുകളിലെ ജീവിതം സുഗമമാക്കാൻ കഴിയും. ഒറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മൾ മുമ്പ് വെച്ച ചില കാര്യങ്ങളുടെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ നാളെ നമ്മുടെ ജീവിതങ്ങൾ സുഗമമാക്കാൻ ഇനി നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണമെന്ന് സാരം.